മാധവിക്കുട്ടിയുടെ ജീവചരിത്ര ഗ്രന്ഥമാണ് ഇവിടെ പുസ്തകമായി ഡോക്ടർ ആശ കെ രചിച്ചിരിക്കുന്നത്. ആശ കെ എഴുതിയ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പിന്റെ പ്രകാശനമാണ് കാക്കനാട് വെച്ച് നടന്നത്. മഞ്ജു വാര്യർ, പിഷാരടി, ഇന്ദുഗോപൻ എന്നിവർ ചേർന്നാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഒരു സിനിമയിൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കുന്നു. എങ്ങനെ തോന്നുന്നു ആ നിമിഷം? വലിയ ഒരു സന്തോഷമാണ്. ഞാൻ ഒരുപാട് ഓർമ്മകളിലേക്കുള്ളൊരു തിരിച്ചുപോക്കായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ മാധവിക്കുട്ടിയമ്മയുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ കുറച്ച് പുസ്തകങ്ങൾ അവിടെ ഇവിടെ വായിച്ചിട്ടുമുണ്ട്. ഒരുപാട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്കും എവിടെയോ മുഴുവൻ അറിയില്ലെങ്കിലും കേട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു അത്ഭുതം തോന്നിയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് മാധവിക്കുട്ടിയമ്മ. അപ്പോൾ എങ്ങനെയോ മാധവിക്കുട്ടിയമ്മയായിട്ട് സ്ക്രീനിൽ അഭിനയിക്കാൻ, സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു വലിയൊരു ഭാഗ്യവും എൻ്റെ ഒരു നിയോഗത്തിൽ എഴുതപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എനിക്കൊരു ക്ഷണം കിട്ടിയപ്പോഴും വീണ്ടും അതിൻ്റെ എന്തൊക്കെയോ ഒരു നിമിത്തം പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഇത് ഒരു വലിയൊരു പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിൽ എൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടുകൂടി എനിക്ക് പങ്കാളിയാവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു എല്ലാവർക്കും നല്ലൊരു മികച്ച വായനാനുഭവമായി ഈ പുസ്തകമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ വേദിയിൽ പറഞ്ഞതുപോലെ കടലിൻ്റെ നിറങ്ങൾ, ആ പേരിന് തന്നെ മാധവിക്കുട്ടി, ആ പേരൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല അനുഭവങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നത് പോലെയാണ്. അതെ, തീർച്ചയായും. ഇത് ഒരു കടൽ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള ഒരു സംഘർഷങ്ങളും ഉണ്ട്. ഭംഗിയുള്ള തിരകളുണ്ട്, ചുഴിയുണ്ട്, കൊടുങ്കാറ്റുണ്ട്. അങ്ങനെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ മാധവിക്കുട്ടിയമ്മയുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തുകൊണ്ടും ഒരു യോജിച്ച ഒരു പേര് കൂടിയാണ് ഈ പുസ്തകത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയൊരു കൗതുകമായിട്ട് തോന്നി. ഷാരടിയും കൂടി ചേർന്നാണ് ആ പുസ്തകം വേദിയിലുണ്ടായിരുന്ന ആമുഖ പ്രഭാഷണം നടത്തി. മാധവിക്കുട്ടിയുടെ ഒരു എഴുത്തുകൾ നമ്മൾ എല്ലാ കാലത്തും നോക്കിയിട്ടുള്ള, അപ്പം അതങ്ങനെ പൊതുബോധത്തിന് ഒട്ടും വഴങ്ങാതിരിക്കുകയും ജനകീയമാവുകയും ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ അത്ഭുതം സംഭവിച്ചിട്ടുള്ള എഴുത്ത് ഉള്ള ഒരാളാണ്. ഇപ്പം വേദിയിൽ നിന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഓർത്തു വയ്ക്കാൻ തക്ക രീതിയിലൊരു ജീവചരിത്രമില്ല. അതൊരു സ്ത്രീ എഴുതുന്നു എന്നുള്ളത് കുറച്ചുകൂടെ വലുതാണ്. ഒരിക്കൽ ചിരിനെ കുറിച്ച് എഴുതി ഒരുപാട് ചിരിപ്പിച്ച ഒരാളെന്ന രീതിയിൽ നേരത്തെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, വലിയ സംഘർഷം ഉണ്ടായിരുന്നു എഴുതി കഴിഞ്ഞപ്പോൾ. അന്ന് ബുക്ക് എഴുതുമ്പോൾ പിഷാരടിക്ക് അങ്ങനെ എന്തായിരുന്നു? അതുകൂടി കൊടുത്ത് ചോദിക്കണം. അത് എൻ്റെ അനുഭവ കഥകളാണ്. അത് അനുഭവിച്ചപ്പോൾ സംഘർഷം ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്ന പോലെയാണ്. പിന്നീട് എനിക്ക് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ അത് ഉപകാരത്തിൽ വരികയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സംഘർഷങ്ങളൊക്കെ അനിവാര്യമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അത് നർമ്മത്തിലൂടെ പറഞ്ഞു വിട്ടുള്ള ബുക്കാണ് ചിരിപുരണ്ട ജീവിതങ്ങൾ എന്ന് പറയുന്നത്. അതിലുള്ള എല്ലാം അനുഭവ കഥകളാണ്. നർമ്മത്തിൻ്റെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് അതിപ്പോൾ 7 8 പതിപ്പായി എന്നാണ് എൻ്റെ വിശ്വാസം. ആ ബുക്ക് കൂടി പ്രതീക്ഷിക്കാമോ? ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു സമയത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതുപോലുള്ള പുസ്തകം ഞങ്ങൾ പ്രതീക്ഷിക്കാമോ? പലയിടങ്ങളിൽ എഴുത്തുകൾ കണ്ടിട്ടുണ്ട്, അത് വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല, അങ്ങനൊരു പുസ്തകം എഴുതണം എന്നുള്ളൊരു ഉദ്ദേശമൊന്നുമില്ല. ഞാൻ അങ്ങനെ എൻ്റെ എന്തെങ്കിലുമൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ അനുഭവക്കുറിപ്പുകൾ ഞാൻ പങ്കുവെച്ചിട്ട് അത് തീർച്ചയായിട്ടും എൻ്റെ പത്രപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി, കറക്ഷൻസോട് കൂടിയിട്ടൊക്കെ പുറത്ത് വന്നിരിക്കുന്ന രൂപത്തിലാണ്. അങ്ങനെ പുസ്തകം എഴുതാനുള്ളൊരു അറിവൊന്നും എനിക്കുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷെ നല്ല രസമുള്ള എഴുത്താണ്, വായിക്കാൻ നല്ല രസമുണ്ട്, സുഖമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ അമ്മ ഇപ്പോൾ എഴുതുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീട് കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. താങ്ക് യു.